ഹലോ ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു കഞ്ഞി വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. 3 പ്രാവശ്യം വീഡിയോയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കെങ്കിൽ കഞ്ഞി കഴിക്കാമെന്ന്. അതിൻ്റെ ഒപ്പം നല്ല പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട്, സൂപ്പർ കടുമാങ്ങയുണ്ട്. കടുമാങ്ങ നല്ല സ്പൈസിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ചമ്മന്തിയുണ്ട്, തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങാ ചമ്മന്തിയും കഞ്ഞിയും പുളിശ്ശേരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ചൂടോടെ കഴിക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കുറച്ച് ഫിഷ് ഫ്രൈയും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് മീൻ ഉണ്ടാക്കിയിട്ടിരുന്നത് മത്തിയാണ്. മത്തി വറുത്തതില്ലെങ്കിൽ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. പിന്നെ എന്തെങ്കിലും ഫിഷ് കഴിക്കുന്നതിനൊരു ഇല്ലെങ്കിലൊരു സുഖമില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇച്ചിരി ഫിഷ് ഫ്രൈയും കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ചമ്മന്തി ആൻഡ് കടുമാങ്ങ പുളിശ്ശേരി കൂടെ മിക്സ് ചെയ്യുന്ന ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈവൻ ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ കപ്പലോടിക്കാൻ വെള്ളം വരുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ ലേറ്റ് നൈറ്റായി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. വീഡിയോസ് എല്ലാവരും കാണണം. നിങ്ങളും കഴിച്ചു നോക്കൂ, അഭിപ്രായങ്ങൾ പറയൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇതാ പറഞ്ഞില്ലേ മത്തി വറുത്തുണ്ടെന്ന്, മത്തി വറുത്തതേ കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ ഇളക്കി കഞ്ഞി കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താ, കടുമാങ്ങയാണ് സിഗ്നേച്ചർ കടുമാങ്ങ എന്ന് പറയാം. എൻ്റെ മൈ ഓൺ പ്രിപ്പറേഷനാണ്. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അച്ചാർ എപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും കഴിക്കാറുണ്ട്. എന്തിൻ്റെ കൂടെ അച്ചാർ കഴിക്കാറുണ്ട്. അപ്പോൾ